ഗുഡ് മോർണിംഗ് കുട്ടികളെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവരും നോക്കിയിട്ട് വന്നിട്ടുണ്ടോ? ആണല്ലേ, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ്രവ്യവും അതിൻ്റെ വിവിധ അവസ്ഥകളെ പറ്റിയുമാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ദ്രവ്യം എന്താണ് എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മളെ ചുറ്റും വൈവിധ്യമാർന്ന നിരവധി വസ്തുക്കളുണ്ട് അല്ലേ? അപ്പോൾ അതിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് എന്തു പറയാം? ദ്രവ്യം എന്ന് പറയാം. ഓക്കെ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. ദ്രവ്യത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയായിരിക്കും? മയൂക പറഞ്ഞേ, എന്തായിരിക്കും ദ്രവ്യത്തിനൊരു ഉദാഹരണം? അതെ, എന്താണ്? ബാഗ്, പിന്നെയോ കുട, പുസ്തകം, പേപ്പർ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ദ്രവ്യത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ദ്രവ്യത്തെ അതിൻ്റെ ഭൗതികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിക്കാം. മൂന്ന് പ്രധാന അവസ്ഥകളിലേക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് ഖരം, രണ്ടാമത്തത് ദ്രാവകം, മൂന്നാമത്തത് വാതകം. ഓക്കെ, ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലേക്കാണ് നമുക്ക് ദ്രവ്യത്തെ തരംതിരിക്കാൻ സാധിക്കുക. ഓക്കെ, ദ്രവ്യത്തെ നമുക്ക് ഭൗതികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഖരം, ദ്രാവകം, പിന്നെയോ വാതകം. ഓക്കെ, ഇനി നമുക്ക് ഖരം എന്താണ് എന്ന് നോക്കാം. എന്തായിരിക്കും ഒരു ഖരവസ്തു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതെ, എന്താണ്? അതിന് കൃത്യമായിട്ടുള്ള ഒരു ആകൃതി ഉണ്ടാവും. പിന്നെയോ ആകൃതിയുള്ള സാധനങ്ങൾക്ക് എന്തും കൂടെ ഉണ്ടാവും? അതെന്താണ്? വ്യാപ്തം ഉണ്ടാവും. കൃത്യമായ ആകൃതിയും കൃത്യമായ വ്യാപ്തവുമുള്ള വസ്തുക്കളെ നമുക്ക് എന്തു പറയാം? ഖരവസ്തുക്കൾ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഖരപദാർത്ഥങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയായിരിക്കും? അതെന്തൊക്കെയാണ്? ബാഗ്, കുട, പേപ്പർ. ഓക്കെ, ഇതൊക്കെയാണ് ഖരവസ്തുക്കൾക്ക് ഉദാഹരണം. ഇനി നോക്കൂ, ചോക്ക് ഒരു ഖരം ആണ് അല്ലേ? ഖരമായിട്ടുള്ള ഒരു വസ്തുവാണ് ചോക്ക് എന്ന് പറയുന്നത്. ചോക്കിന്റെ പ്രത്യേകത എന്താ? ഇതിന് കൃത്യമായിട്ടുള്ള ആകൃതിയുണ്ട്, കൃത്യമായിട്ടുള്ള വ്യാപ്തവുമുണ്ട്. പിന്നെ ഇതിന്റെ കണികകളുടെ പ്രത്യേകത എന്തായിരിക്കും? അതെ, എന്താണ്? ഖരപദാർത്ഥത്തിലെ കണികകളെ വളരെ അടുത്തടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ത് പറയാം? ആകൃതിയുണ്ട്, വ്യാപ്തമുണ്ട്, പദാർത്ഥങ്ങളിലെ കണികകളെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി നമുക്ക് ദ്രാവകം എന്താണ് എന്ന് നോക്കാം. ദ്രാവകത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആകൃതി ഉണ്ടാവില്ല. ഇപ്പൊ നോക്ക്, ദ്രാവകത്തിന്റെ ഒരു ഉദാഹരണം എന്തായിരിക്കും? അതെ, ജലം. ജലം ദ്രാവകങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. അപ്പൊ ജലത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആകൃതി ഉണ്ടോ? ഇല്ല അല്ലേ? ജലം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഒഴിച്ചു വെക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതിയായിരിക്കും ജലം സ്വീകരിക്കുക. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള എന്തുണ്ട്? വ്യാപ്തമുണ്ട്. ജലത്തിന്റെ വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂലേ? പറ്റും. അത് ഏത് ഷേപ്പിലേക്കാണോ, ഏത് ആകൃതിയിലേക്കാണോ മാറിയിട്ടുള്ളത് ആ ആകൃതിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാം. പിന്നെ അതിൻ്റെ കണികകളുടെ പ്രത്യേകത എന്തായിരിക്കും? അതെ, കുറച്ചുകൂടെ അകലെയായിരിക്കും കണികകൾ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ്? ജലം, പിന്നെയോ മണ്ണെണ്ണ, വെളിച്ചെണ്ണ. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു? കൃത്യമായിട്ടുള്ള ആകൃതിയില്ല, പിന്നെയോ വ്യാപ്തമുണ്ട്, പദാർത്ഥങ്ങള് കണികകൾ അകലെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തേത് നമുക്ക് വാതകം. വാതകം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന് കൃത്യമായ ആകൃതിയും ഉണ്ടാവില്ല, പിന്നെയോ വ്യാപ്തവും ഉണ്ടാവില്ല.
അതിൻ്റെ കണികകൾ എങ്ങനെയായിരിക്കും? വളരെ അകലെ അകലെ സ്ഥിതി ചെയ്യുന്നതുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാതകത്തിനൊരു ഉദാഹരണം എന്തായിരിക്കും? അതെ, നമുക്ക് ചുറ്റുമുള്ള എന്താണ്? വായു. വായു വാതകത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. പിന്നെയോ ഓക്സിജൻ, അതൊക്കെയാണ് വാതകത്തിൻ്റെ ഒരു ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പോൾ ആകൃതിയില്ല, വ്യാപ്തവുമില്ല, കണികകൾ വളരെ അകലെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകളെ പറ്റി പറയാനുള്ളത്. ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് പഠിച്ചിട്ട് വരൂലേ?